ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ചെയ്യാൻ മടിയുള്ള ഒരു അടിപൊളി ടിപ്സാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. പലരും സംശയമായിട്ട് ചോദിച്ചൊരു കാര്യമാണ്, നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ടോയ്ലറ്റിൽ ടൈലുകളും ക്ലോസറ്റിലും ഉണ്ടാവുന്ന ആ കറ പൂർണ്ണമായിട്ട് പോകുന്നില്ല എന്നുള്ളത്. കടകളിൽ നിന്ന് പലതരം ക്ലീനിങ് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാറുണ്ട്. പക്ഷേ ആ ഒരു സാധനങ്ങൾക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറ മാറ്റാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരു ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, 2-3 ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ കറ വീണ്ടും അതുപോലെ തന്നെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ടോയ്ലറ്റിൽ ടൈലുകളിൽ ഉണ്ടാകുന്ന കറകളൊക്കെ മാറ്റാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി മുതൽ ഈ ഒരു ടിപ്സ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ആർക്കും ടോയ്ലറ്റ് ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിയില്ലാതെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാം. നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന സൊല്യൂഷൻ ടോയ്ലറ്റിലെ ഏത് സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വാഷ് ബേസിനാണെങ്കിലും ഇല്ലെങ്കിൽ ബക്കറ്റ്, മഗ്, ക്ലോസറ്റ് തുടങ്ങി ഏത് സ്ഥലങ്ങളിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കാരണം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താലേ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും വീക്കെൻഡുകളിലായിരിക്കും ടോയ്ലറ്റ് ക്ലീനിങ്ങിന് ഇറങ്ങുക. കാരണം എത്രയൊക്കെ ക്ലീൻ ചെയ്താലും ഒരു 2 ദിവസം കഴിയാത്ത മുമ്പ് തന്നെ നമ്മൾ വീണ്ടും ആ പഴയതുപോലെ തന്നെ അവർക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വളരെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻറ്റിന്റെ ആവശ്യമില്ല. ചെയ്യാൻ പോകുന്ന ടിപ്പിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാണ് കേട്ടോ. കാരണം ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉള്ള ഒരു ക്ലീനിങ് ഏജന്റ് ആണ്. നമുക്ക് പല സാധനങ്ങളും ഉപ്പ് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾക്ക് അതിലോട്ട് ചേർക്കാൻ പോകുന്നത് 2 രീതിയിൽ നമുക്ക് ചേർക്കാം. ഒന്നില്ലെങ്കിൽ സോപ്പ് പൊടി ചേർക്കാം, അല്ലെങ്കിൽ സോപ്പിന്റെ ലിക്വിഡ് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വീട്ടിൽ അവൈലബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഒരു 1.5 സ്പൂണ് സോപ്പ് പൊടിയും കൂടെ നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചേർക്കാൻ പോകുന്നത് നമുക്കിതുപോലെ ഇത് ക്രിസ്പ് ആൻഡ് ഷൈൻ ആണ്. നമ്മൾ കംഫർട്ടൊക്കെ ഉപയോഗിക്കുന്ന അതേ ഒരു എഫക്റ്റ് ആണ് ഇതിനും. കാരണം നല്ല രീതിയിൽ സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ പൊതുവേ നമ്മൾ ടോയ്ലറ്റിൽ എയർ ഫ്രഷ്നറൊക്കെ വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ദിവസങ്ങളോളം നമുക്ക് ഈ ഒരു ഐറ്റം കൂടി ചേർക്കുകയാണെങ്കിൽ ദിവസങ്ങളോളം നല്ല രീതിയിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മണം ടോയ്ലറ്റിൽ ഉണ്ടാവും. അപ്പോൾ 2-3 തുള്ളി കംഫർട്ട് കൂടെ ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് എല്ലാ ടിപ്സിലും ഉപയോഗിക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് വിനീഗർ. ഒരു ടേബിൾ സ്പൂണോളം വിനീഗറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പതഞ്ഞ് പൊന്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഉപ്പ് നല്ല വണ്ണം അലിയുന്ന വിധത്തിൽ നമുക്കിത് ആക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. ആ ഉപ്പ് നല്ല രീതിയിൽ അലിഞ്ഞ് കിട്ടാനുള്ള അത്രയും വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്കിനി പലതരം കെമിക്കൽ വാങ്ങി പൈസ കളയേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ. കെമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലതരം ക്ലീനർ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് ഉള്ള സാധനങ്ങളാണ് എല്ലാം. പക്ഷെ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിയാത്ത മുൻപേ തന്നെ നമുക്ക് വീണ്ടും കറ നല്ല രീതിയിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് അത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ വീട്ടിലും അതുപോലെ സംഭവിക്കാറുണ്ട്. അപ്പൊ ഉപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാച്ചുറൽ ആയിട്ട് ക്ലീൻ ചെയ്യുന്ന ഐറ്റമാണ്. അപ്പൊ അതിന് യാതൊരു സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ ടൈൽസിന് വേറെ കംപ്ലൈന്റ് വരികയോ ഒന്നും ചെയ്യില്ല. കാരണം കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ ടൈൽസിന്റെ ഷൈനിങ്ങും കേടുപാട് പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചൂടുവെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് അലിഞ്ഞു കിട്ടുക. നമുക്കിനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് ഉരയ്ക്കേണ്ട യാതൊരു കാര്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ അഴുക്കുകളും കറകളും ഉണ്ടെങ്കിൽ പോകുന്നതാണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് വളരെ ഹാർഡ് അല്ലാത്ത ഒരു സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അതുപോലെ കളർ മങ്ങിയ ടാപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ ഒരു സൊല്യൂഷന്റെ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കാണില്ലേ, ഈ ഭാഗത്തൊക്കെ നല്ല മഞ്ഞ കറകളുണ്ട്. ഈ കറകളൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ എഫക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോയ്ലറ്റെല്ലാം ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും കറകൾ വരാനുള്ള സാധ്യത. അവിടെയും ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒരുപാട് ബലം കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ സാധാ വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ.
കാരണം വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഷൈനിങ് ആവുന്നതാണിത്. ഈ ജസ്റ്റ് ഇതുപോലെ നമ്മൾ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഏതുതരം കറകളും ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ടൈലുകളിലൊക്കെ ഇറങ്ങി വന്നിരിക്കുന്ന കറകൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതുണ്ടല്ലേ, ആ സൊല്യൂഷൻ മുട്ടുന്ന സമയത്ത് തന്നെ കറകൾ പൂർണ്ണമായിട്ട് പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്യുക. മറ്റുള്ള കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ടൈലുകളൊക്കെ പെട്ടെന്ന് കംപ്ലൈന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ കറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു സൊല്യൂഷൻ വെച്ച് അപ്പോൾ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഏത് തരം കറകളാണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റി ടൈലൊക്കെ നമ്മളല്ല പുതിയതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ക്ലോസറ്റിലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് ചിലവില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ കറകൾ മാറ്റാൻ, അതായത് ഒരിക്കൽ പോലും വേണ്ട, ജസ്റ്റ് ഈ സൊല്യൂഷൻ മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന് വെള്ളം ഒന്ന് അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റ് നല്ല രീതിയിൽ ഫ്രഷ്നെസ് ഉണ്ടാവും. നമ്മുടെ ഈ ഭാഗത്ത് വരുന്ന മഞ്ഞ കറകൾ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ മാക്സിമം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെല്ലാ ഉപയോഗം കഴിഞ്ഞ് രാത്രി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ കുറേ സമയം നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ഉണ്ടാവും. മെയിനായിട്ട് കംഫർട്ട് ഉപയോഗിക്കുന്നത് ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പൈപ്പുകൾ പഴകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ആ സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബക്കറ്റ്, കപ്പ് തുടങ്ങിയ ടോയ്ലറ്റ് സ്ഥിരം ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ നമുക്ക് ഈ സൊല്യൂഷൻ വളരെ ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. സൊല്യൂഷൻ ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതുപോലെ നായി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുണ്ടാകുന്ന ആ പശവശപ്പൊക്കെ പെട്ടെന്ന് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്, സാധാ പ്ലാസ്റ്റിക് ബക്കറ്റിൽ തന്നെ നമ്മൾ 2 ദിവസം വെള്ളം വെച്ച് കഴിഞ്ഞാൽ അതിനൊരു വഴുവഴുപ്പ് ഉണ്ടാവും. നമുക്ക് ഈസി ആയിട്ട് ഈ സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇനി മുതൽ നിങ്ങൾക്ക് ടോയ്ലറ്റ് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടി പിടിക്കേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ യാതൊരു ശാരീരിക ബുദ്ധിമുട്ടുമില്ലാതെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് ടോയ്ലറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വെറൈറ്റി ടിപ്സ് കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ.